ദ്വീപിന് എൻഡിലായി കാണുന്ന ഒരു ലൊക്കേഷൻ ഇത് രാമൻതുരുത്ത് എന്നത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴായിട്ട് ഈ കണ്ടൽക്കാടുകൾക്കുള്ളിലായിട്ട് താമസിക്കുന്നു. ഏന കേരള का सबसे कम वोटर्स इसी इलाके में है. ये वल्लारपाड़म आइलैंड है. 14,000 पीपल बिलोंग दिस आइलैंड, लेकिन सबसे कम वोटर्स इसी के अंदर है. रामनपुर दूसरा एक जगह है, रामनपुर की जगह, तो 2 फैमिलीज इसके अंदर रहते हैं. तो इलेक्शन के बाद लोग काउंटिंग करने से जो 3 आदमी वोट किया, 5 आदमी वोट किया बोलकर रिपोर्ट होता है. ഇതാണ് രാമൻതുരുത്തുന്ന ആ ലൊക്കേഷൻ. സ്ഥലങ്ങളൊക്കെ മുളവുകാട് പഞ്ചായത്തിൻ്റെ കീഴിലാണെങ്കിലും ഈ ലൊക്കേഷൻ വരുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിലായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അതാണ് INS വിക്രാന്ത് ആണ് കാണുന്നത്. INS വിക്രാന്ത്, വിക്രമാദിത്യത്. അതുപോലെ ഇത് വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ദിസ് എ മാൻ മെയ്ഡ് ഐലൻഡ്, ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ് വില്ലിംഗ്ടൺ ഐലൻഡ്. അതുപോലെ നെടുമ്പാശ്ശേരിയിലൊക്കെ എയർപോർട്ട് വരുന്നതിന് മുമ്പ് കൊച്ചിൻ എയർപോർട്ട് ആദ്യം സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയായിട്ടായിരുന്നു. അതുപോലെ എൻഡിലായിട്ട് കാണുന്ന റിവേഴ്സായിട്ടുണ്ടോ ലൈറ്റ് ബ്ലൂ കളറിലായിട്ട് ഒരു ഷീറ്റ് കാണും. അതിനടിയിലായിട്ടൊരു ബോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അക്കാലത്തെ ഇവിടുത്തെ ഹാർബർ എഞ്ചിനീയർ ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ 1920 മുതൽ 1949 വരെ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലോഞ്ചാണ്. ദുറോത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബോട്ടാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നെഹ്റു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയൊക്കെ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചി കായലിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബോട്ടായതുകൊണ്ടാണ് ഇതിവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ വാസ്കോഡി ഗാമ രണ്ടാമതും മൂന്നാമതൊക്കെ എത്തിപ്പെട്ട ലൊക്കേഷൻ മട്ടാഞ്ചേരിയാണ്. ധാർവാഡം കണ്ടെയ്നർ ടെർമിനൽ ബിൽറ്റ് ബൈ ദുബായ് പോർട്ട് വേൾഡ്, ഇനോഗ്രേറ്റഡ് ഇൻ 2000. അതുപോലെ നമ്മൾ പ്രവേശമായിട്ട് നോക്കിയാൽ കാണുന്ന ലൊക്കേഷൻ ഇത് മറൈൻ ഡ്രൈവ് ആണ്. അതിലൂടെ ഒരു ഷിപ്പ് കാണുന്നുണ്ട് ഇടതുവശമായിട്ട് നോക്കിയാൽ. ഇത് ഈ ലൊക്കേഷൻ അതൊരു ക്രൂഡ് ഷിപ്പാണ്. ഇത് COT എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഏരിയയാണ്. കൊച്ചിൻ ഓയിൽ ടെർമിനൽ. ഇവിടെ എത്തിപ്പെടുന്ന ഷിപ്പുകൾ, ക്രൂഡ് ഷിപ്പുകൾ ഇവിടെ വന്ന് ബർത്ത് ചെയ്യും. പിന്നീട് പൈപ്പ് ലൈൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓയിൽ റിഫൈനറിലേക്കാണ്. അമ്പലമുകൾ എന്ന സ്ഥലത്തെ ഓയിൽ റിഫൈനറിലേക്ക് കണക്ട് ചെയ്തിരുന്ന പൈപ്പ് ലൈൻസ് ആണ്. ഇവിടുന്ന് ക്രൂഡ് ഓയിലുകൾ പമ്പ് ചെയ്യും. പിന്നീട് അതിൻ്റെ റിഫൈൻ പ്രോസസ്സ് വഴി അത് ഡീസലായും പെട്രോളൊക്കെ ആയിട്ട് ഇവിടെ വരും. പിന്നീട് ഇവിടെ നിന്ന് ത്രൂ ഔട്ട് ഇന്ത്യയിലും അതേപോലെ വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ ധാരാളം പഠനങ്ങൾ അദ്ദേഹം നടത്തി. പിന്നീട് അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി. പിന്നീട് വരുന്ന സമയത്ത് 2 മണ്ണുമാന്തി ഷിപ്പുകൾ അദ്ദേഹം അക്കാലത്ത് കൂടെ കൊണ്ടുപോകുന്നു. ലേഡി വില്ലിംഗ്ടൺ ആ ലോർഡ് വില്ലിംഗ്ടൺ നാമകരണം ചെയ്ത 2 ഡ്രെഡ്ജറുകൾ അത് ഉപയോഗിച്ചിട്ട് ഈ സ്ഥലത്തൊക്കെയുള്ള ചെളിയും മണ്ണൊക്കെ വാരിക്കൂട്ടി നിർമ്മിച്ച ദ്വീപാണ് ഈ കാണുന്ന വില്ലിംഗ്ടൺ ഐലൻഡ്. നിങ്ങൾ നേരെ നോക്കിയാലേ കണ്ടോ ഈ ഇടതുവശമായിട്ട് ഒരു ഷിപ്പ് കാണും. ഇത് ഡ്രെഡ്ജറാണിത്, മണ്ണുമാന്തി ഷിപ്പുകൾ. ഇവിടുത്തെ ഈ ഡെപ്ത് 16 മീറ്റർ ആണ്. അപ്പോൾ ഇതെല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഡ്രെഡ്ജറുകൾ ഉപയോഗിച്ചിട്ടാണ്. സക്ക് ചെയ്തിട്ടാണ് ചെളിയും മണ്ണും എല്ലാം ഷിപ്പിൽ ഡംപ് ചെയ്യുന്നത്. പിന്നീട് പുറംകടലിലൊക്കെ കൊണ്ടുപോയി കളയുന്ന ഷിപ്പുകളാണത്. 4-5 ഡ്രെഡ്ജറുകൾ കൊച്ചിൻ പോർട്ടസിൻ്റെ കീഴിലുണ്ട്. അതുപോലെ ഇവിടെ വാട്ടർ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ നോക്കിയാൽ ധാരാളം ക്രെയിനുകൾ കാണാം. ഇതെല്ലാം സൂപ്പർ പോസ് പാനമാക്സ് എന്ന കാറ്റഗറി വരുന്നത്. സൂപ്പർ പോസ് വാട്ടർ ഫ്രണ്ട് എന്താണ് ഹിയർ കൺ സീ 6 ഹ്യൂജ് ക്രെയിൻ ദ കാറ്റഗറി ഓഫ് സൂപ്പർ പോസ് പാനമാക്സ്. അപ്പോൾ എല്ലാ ക്രെയിനുകളും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചൈനയിൽ നിന്ന് ദുബായ് പോയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രെയിൻസാണ് ഇത്. ഇതാണ് ഡ്രെഡ്ജറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷിപ്പ് ചാനലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആഴം വരുന്നത് 16 മീറ്റർ തുടങ്ങി 20 മീറ്റർ വരെയൊക്കെയാണ് ഇവിടെ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഡെപ്ത്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഡോൾഫിൻസുകൾ പോകുന്നത് കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞതുകൊണ്ട് വെള്ളത്തിലോട്ട് തന്നെ ഇനി എല്ലാ സമയം നോക്കിയിരിക്കേണ്ട ചിലപ്പോൾ വരത്തില്ല. ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ 25 മിനിറ്റ് വെള്ളത്തിലോട്ട് തന്നെ നോക്കരുത്, വന്നില്ല എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചില സമയങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആരാണ് ഇനി പാട്ടൊക്കെ പാടാനായിട്ട് വരുന്നത്? ഒരു പാട്ട് ഇല്ല, പാടില്ല. ആരെങ്കിലും ഉണ്ടോ കഥ പറയാനോ പാട്ട് പാടാനോ കവിത പാടാനോ? ട്രാക്കൊക്കെ ഉണ്ട് ഇവിടെ, ട്രാക്കൊക്കെ ഇട്ട് പാടാം. ആർക്കെങ്കിലും പാടാൻ താല്പര്യമുണ്ട് കടന്നു വരാം. തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ എത്തിയിട്ട് ആരും പാടാൻ പറയുന്നത് സമയം ഉണ്ടാകത്തില്ല. ചില ആളുകൾക്ക് പാടാനുള്ള ആഗ്രഹം തോന്നുന്നത് അവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും. സമയമില്ല. അപ്പോൾ ഞാൻ അന്നേരം മൈക്ക് തന്നില്ലെന്ന് പറയുന്നത് കുറ്റപ്പെടുത്തരുത്. ആർക്കെങ്കിലും പാടാനായിട്ടുണ്ടാകും. ഓക്കെ, ശരി.
അപ്പോൾ ആരും പാടാനുള്ള സ്ഥിതിയില്ലാത്ത സ്ഥിതി ഞാനൊരു പാട്ട് പാടാം. പോയി കഴിഞ്ഞിട്ട് മേരൊക്കെ കാണാം. आप ओके बोल दे तो सभी ओके है. This is the all song. हाथ में जुड़ा आवारा हूँ या गर्दिश में आसमान का तारा हूँ. आवारा हूँ या गर्दिश में आसमान का तारा हूँ. आवारा हूँ अभी लगे घरवार नहीं संसार नहीं मुझसे किसी को प्यार नहीं मुझसे किसी को प्यार ഷിപ്പ്യാർഡാണ് കാണുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് INS വിക്രാന്ത് നിർമ്മിച്ചത് ഇവിടെയാണ്. കാണുന്ന INS വിക്രാന്താണ്. INS വിക്രാന്താണോ വിക്രമാദിത്യയാണോ സംശയമുണ്ട്. INS വിക്രാന്ത് നിർമ്മിച്ചത് ഇവിടെയാണ്. കണ്ടത് ഇത് ജങ്കാർ സർവീസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലും അതേപോലെ വൈപ്പിൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ജങ്കാർ സർവീസാണ്. കിഷോർ കുമാർ പാടിയിട്ടുള്ള ഒരു പഴയകാല സോങ്ങാണ്. എല്ലാവരും കൈയടിക്കാനൊക്കെ ഒരു പാട്ടാണ്. ഇതുപോലുള്ള ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചിട്ടാണ് സക്ക് ചെയ്തിട്ടാണ് ചെളിയും മണ്ണുമെല്ലാം ഷിപ്പിൽ ഡംപ് ചെയ്യുന്നത്. പിന്നീട് പുറംകടലിലൊക്കെ എത്തുന്നത് കളയുന്ന ഷിപ്പുകളാണത്. 4-5 ഡ്രഡ്ജറുകൾ കൊച്ചിൻ പോർട്ടസിന്റെ കീഴിൽ. അതുപോലെ ഇവിടെ വാട്ടർ ഫ്രൂട്ടിലായിട്ട് നിങ്ങൾ നോക്കിയാൽ ധാരാളം ക്രെയിനുകളാണ്. ഇതിന് സൂപ്പർ പോസ് പാനമാക്സ് എന്ന കാറ്റഗറി വരുന്നത്. സൂപ്പർ പോസ് വാട്ടർ ഫ്രണ്ട് 6 ഹ്യൂജ് ക്രെയിൻ കാറ്റഗറി സൂപ്പർ പോസ് പാനമാക്സ്. അപ്പൊ എല്ലാ ക്രെയിനുകളും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ചൈനയിൽ നിന്ന് ദുബായ് പോയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രെയിൻസ് ആണ്. ഇതാണ് ഡ്രഡ്ജറാണ്. അപ്പൊ നമ്മളിപ്പോൾ ഷിപ്പ് ചാനലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആഴം വരുന്നത് 16 മീറ്റർ തുടങ്ങി 20 മീറ്റർ വരെയാണ് ഇവിടെ കണക്കാക്കപ്പെട്ടുള്ള ഡെപ്ത്. दुनिया में तेरे तीर का या तकदीर का मारा हूँ. आवारा हूँ या गर्दिश में आसमान का तारा हूँ. आवारा हूँ കടലാണ് ഏജൻസി. അതുപോലെ ഇത് ഈ പാലം കണക്ട് ചെയ്തിരിക്കുന്നത് വല്ലാർപാടത്തെയും അതേപോലെ വൈപ്പിൻ ദ്വീപിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാലമാണ്. ഇതിലൂടെ ഒരു ദ്വീപ് കാണുന്നത് ഇത് ജനവാസം ഇല്ലാത്ത ഒരു ഐലൻഡാണ്. ജനവാസം ഇല്ലാത്ത അതേപോലെ ഇത് വൈപ്പിൻ ഐലൻഡ്. വൈപ്പിൻ ഐലൻഡ് ലോങ് അബൌട്ട് 24 കിലോമീറ്റർ. and Cherai beach Cherai beach sea center Cherai beach Falcon beach Puduvai beach ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്തായിട്ടാണ്.
അതുപോലെ വൈപ്പിൽ കൊച്ചിൻ ലൈറ്റ് ഹൗസ്, അതേപോലെ LNG ടെർമിനൽ, അതുപോലെ മട്ടാഞ്ചേരി. ഇതേപോലെ ഇത് കാണുന്നത് ഷിപ്പ് ചാനൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡോൾഫിൻ ഉണ്ട്. എല്ലാവരും ഇരുന്ന് കാണുക, എണീക്കരുത് നിങ്ങൾ. ओके, मैं बोल रहा था सोल्यूशन में डॉल्फिन जाने का ओके, इस साइड निकल साइड होगा, एक साइड जाओ. वो चलाने वाले को थोड़ा दिक्कत पड़ता है. അതേപോലെ ഇത് ചീന വല കാണുന്നത്, ഇത് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഇവിടെ നോക്കിയാൽ ഒരു ജങ്കാർ സർവീസ് കാണാം. അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയും അതേപോലെ വൈപ്പിനായിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് അറബി സീയിലാണ്. നമ്മൾ അറബി സീ കണ്ടത്. അത് കാണുന്നതാണ് LNG ആണ്. LNG ടെർമിനൽ. ഇവിടുന്ന് ഒരു ക്രൂസ് നിങ്ങളെ നോക്കിയാൽ വലത് ദിവസം കടന്നു വരുന്നത് മീനാർ ക്രൂസ് ആണ്. മീനാറിന് പിന്നിലുള്ളതാണ്. മീനാർ ക്രൂസ് മീൻസ് IRS ക്ലാസ് ഉള്ളതാണ്. മീൻസ് കടലിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ള ക്രൂസാണ്. ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിങ്ങിന്റെ ക്ലാസ് ഉള്ള ക്രൂസുകളൊക്കെയുള്ള ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് കടന്നു വരുന്നത്. അതുപോലെ അത് കാണുന്ന കണ്ടോ LNG ചെയ്യുന്നുണ്ട്. അത് ഫോർട്ട് കൊച്ചിയാണ്. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മത്തിന്റെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കോട്ടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും നിർമ്മിച്ചിട്ട് പോയ ധാരാളം കോട്ടകളുണ്ട്. അതേപോലെ ഡച്ച് സിമട്രിക്ക് ഇപ്പോഴും ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവുക ബീച്ച് കൊച്ചി. നിങ്ങൾ ഇരിക്കാം എല്ലാവർക്കും. എന്താ പറയുന്നത്, ഡോൾഫിൻസുകൾ ഇരുന്നാലും കാണാൻ സാധിക്കും, നിന്ന് തന്നെ കാണണമെന്നില്ല. ഇരുവശങ്ങളിലായിട്ട് കാണാം. ഒരു വശത്ത് 2 കണ്ടാൽ ഇടതുവശത്തായിട്ട് പിന്നീട് 4 കാണാം. मतलब इस जगह में डॉल्फिन्स आ जाता है. हम लोग बैठने से चलेगा, बोले खड़े होने की जरूरत नहीं है. बैठने से भी दिखाई पड़ेगा. तो सभी खड़ा हो जाएगा ना, चलाने वाले एक साइड हो जाएगा. यही बोल रहा था. पहले सीट इരിക്കുന്നുണ്ട്. ഇതൊരു കോമൺ ട്രിപ്പാണ്. ഒരാളുടെ ഇഷ്ടത്തിന് നമുക്കങ്ങനെ വിടാൻ സാധിക്കത്തില്ല. ഒരാൾ ഡാൻസ് കളിക്കണമെന്നോ ഒരാൾ പാട്ട്, ഇതൊന്നും നടക്കാത്ത കേസുകളാണ്. ഓക്കെ, കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, കാര്യം ചില ആളുകൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ ഈ രീതിയിൽ അങ്ങോട്ട് പറയേണ്ടി വരും. ഓക്കെ, ഈ അമർപുറം തോണി, അതേപോലെ എന്താ പറയുന്നത്, പഴയകാലത്തെ അടിയൊഴുക്കുകളുള്ള സിനിമയിൽ കണ്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ലൊക്കേഷനിലൊക്കെ ആയിട്ടാണ്. അങ്ങനെ നമ്മുടെ പ്രയാണം വീണ്ടും നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്കാണ്. 1 മണിക്കൂർ സമയം, ഒരുപാട് സമയം നമ്മൾ എന്താ പറയുക ബോട്ടിൽ വരുന്നത്. വളരെ കുറച്ച് സമയങ്ങളെ നോക്കുള്ളൂ. നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്കാണ്. അറേബ്യൻ സീലാണ്, അറബിക്കടലാണ്. അതുപോലെ ഇത് കണ്ടോ, ഇത്
LNG ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഷിപ്പാണ്. ഈ ടാങ്കറിലെടുത്ത് പിന്നീട് പൈപ്പ് ലൈൻസ് വഴി അതിൽ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുന്നു.